ഈ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവുണ്ട് സതീശൻ പാച്ചേനി, നിങ്ങൾ മറന്നുപോയിട്ടില്ലായിരിക്കും. വി പ്രകാശ് രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ, AK ആന്റണി മാറിയ ഒഴിവിൽ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ സതീശൻ പാച്ചേനിയുടെ പേരും തൊട്ടപ്പുറത്ത് M ലിജുവിൻ്റെ പേരും പരിഗണിച്ചല്ലോ. സതീശൻ പാച്ചേനി ഏറ്റവും വലിയ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും അസറ്റായി, അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ പറ്റി നിൽക്കുന്ന കാലഘട്ടം. ആ സമയത്ത് ആ രാജ്യസഭാ സീറ്റ് ആർക്കാണ് കൊടുത്തത്? ആർക്കാണ് നൽകിയത്? അത് നൽകിയത് വ്യാവസായിക കുടുംബത്തിൽ, കോൺഗ്രസിന് ഒരിക്കലും ഒഴിച്ചു മാറ്റി നിർത്തപ്പെടാൻ പറ്റുന്ന ആളല്ല. വ്യവസായ കുടുംബത്തിൽപ്പെട്ട ഒരു വനിതയ്ക്ക് തന്നെ ആ സീറ്റ് നൽകണമെന്ന് പറഞ്ഞ് ജബി മേത്തർ എം പിക്ക് നൽകി. അതിനുശേഷം അവരെ തന്നെ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റാക്കി. എന്തിനാണ് ഈ ഉള്ളവർക്ക് തന്നെ എല്ലാ പോസ്റ്റും ഈ പാർട്ടി കൊടുക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സണ്ണി ജോസഫ് MLA, വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA, ഷാബി പറമ്പിൽ MP, അതിനുശേഷം PC വിഷ്ണുനാഥ് MLA. പാർലമെന്ററി പാർട്ടി കൂടുന്നതും KPCC കൂടുന്നതും ഒരേ സ്ഥലത്താണ്. കാര്യം എല്ലാ സ്ഥാനങ്ങളും ഒരാളിലേക്കാണ്. MLA മാർക്ക് തന്നെയാണ് KPCC ഭാരവാഹിത്വം. അങ്ങനെയുള്ള തലത്തിലേക്ക് ഇത് കടന്നുപോയി. ഈ പാർട്ടിയുടെ എല്ലാ മൊറാലിറ്റിയും അവസാനിച്ചു. ഈ പാർട്ടിയുടെ എല്ലാ അവസ്ഥയും അവസാനിച്ചു. ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഈ RSSന്റെ ഡീല് ഇന്ത്യയിൽ, കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ AK ആന്റണി സാർ. അദ്ദേഹം ഞാൻ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ മകൻ BJP പോയി. അതിന്റെ കാര്യവും കാരണവും ഒക്കെ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ മകൻ BJP പോയി. അന്നത്തെ ദിവസം പലരും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നല്ലതുപോലെ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ അറിവോ അദ്ദേഹത്തിന്റെ സമ്മതമോ, അദ്ദേഹത്തിന് ഒരു അംശം പോലും ആ കാര്യത്തിൽ അറിവുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംഭവം സംഭവിക്കുമെന്ന്. ആരാണ് അതിന് ഉത്തരവാദി? ഞാൻ നേരിട്ട് ഉള്ള ഒരു അനുഭവം പറയാം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഈ അനിൽ ആന്റണിയെ KPCC ജനറൽ സെക്രട്ടറി ആക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അത് ചിലപ്പോൾ AK ആന്റണിയിലുള്ള സ്നേഹം കൊണ്ടാവാം. പക്ഷെ ഈ AK ആന്റണി KPCC ഓഫീസിൽ വന്നിരുന്ന് ഉമ്മൻചാണ്ടി സാറിനെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയെയും വിളിച്ചു വരുത്തി പറഞ്ഞത്, എൻ്റെ മകനെ, അവനെ KPCC ജനറൽ സെക്രട്ടറി ആക്കിയാൽ ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ AK ആന്റണി കാണില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് AK ആന്റണി. അതിനുശേഷം മകൻ IT സെല്ലിൽ ഇരുന്നല്ലോ. IT സെല്ലിൽ ഇരുന്ന മകനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത്, അനിൽ ആന്റണിയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ആരാണ്? അനിൽ ആന്റണിയെ BJPക്ക് സമ്മാനിച്ചത് ഞാനീ പറഞ്ഞ ഡൽഹിയിലെ ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ഒരേ ഒരാൾ KC വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒരു സംശയം വേണ്ട, നിങ്ങൾ എഴുതി വെച്ചോ. കോൺഗ്രസ് പാർട്ടിയുടെ അന്തകനായി, കോൺഗ്രസ് പാർട്ടി അവസാനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആളായി KC വേണുഗോപാൽ മാറും. രാഹുൽ ഗാന്ധിക്ക് ഇതിനെപ്പറ്റി അറിവൊന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ കാര്യം. അങ്ങനെ KC വേണുഗോപാൽ കോൺഗ്രസിന്റെ അന്തകനായി മാറുന്ന അവസ്ഥയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടത്. ഇപ്പോൾ കേരളത്തിലും അത് വന്നെത്തി നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം മാനസികമായ വിഷമവും അതുപോലെ തന്നെ വൈകാരികമായ ബുദ്ധിമുട്ടും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇനി എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പറയാം. ഇതൊക്കെ ചിലപ്പോൾ പാർട്ടി വിട്ടു പോകാൻ ഒരു എന്നുള്ളത് നിങ്ങൾ കണക്കാക്കണ്ട. ഇല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഇത്രയും മതി. ചിലപ്പോൾ എനിക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പോൾ KPCCയിൽ ചിലപ്പോൾ സസ്പെൻഷൻ ഓർഡർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവരിന്നലെ എൻ്റെ പത്രസമ്മേളനം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുൻകാല പശ്ചാത്തലം എല്ലാം വെച്ചുകൊണ്ട് അവർക്കറിയാം വാക്കിൻ്റെ മൂർച്ചയും ഇത് ഓളമൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് സസ്പെൻഷൻ ഓർഡർ അവിടെ തയ്യാറാക്കിയായിരിക്കാം. അത് തയ്യാറാക്കുന്ന സ്വാമിക്ക് പോലും കയ്യൊന്നറയ്ക്കും. അത് തയ്യാറാക്കാൻ പറഞ്ഞ ആർക്കായിരുന്നാലും കയ്യൊന്നറയ്ക്കും. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഈ പറയുന്നവനേക്കാളും ആ കെട്ടിടവുമായി ബന്ധം ചിലപ്പോൾ എനിക്കുണ്ടാവും. അതുകൊണ്ടാണ്. എന്തായിരുന്നാലും എനിക്കറിയേണ്ട ഒരേ ഒരു കാര്യം, അത് പൊതുമനസാക്ഷിക്ക് മുമ്പിലാണ്, പൊതുസമൂഹത്തിന് മുമ്പിലാണ് ഉയർന്നു വരേണ്ട ഒരു ചോദ്യം ഞാൻ ചെറുപ്പക്കാരോടാണ് ചോദിക്കുന്നത്.
എന്നെ പരിഗണിച്ചു, സീറ്റിൽ പരിഗണിച്ചു. എന്നോട് സീറ്റില്ല എങ്കിൽ നിനക്ക് സീറ്റില്ല എന്ന് വിളിച്ചു പറയണം. ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് സീറ്റില്ല, അത് പരിഗണിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, ഞാനത് ഉൾക്കൊള്ളും. അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ്, ഇന്ന റീസണാണ് അതിനുള്ള വിഷയം, അതും ഞാൻ പരിഗണിക്കും, അത് ഞാൻ മനസ്സിലാക്കും, കുഴപ്പമില്ല. പക്ഷേ എന്നോട് പറഞ്ഞ കാര്യം അത് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി.